മനുഷ്യ ഹൃദയങ്ങളിൽ ക്രിസ്തുവിനെ സ്ഥാപിക്കുക. അതിനാ സമാധാനം സ്ഥാപിക്കുക എന്ന് പറയുന്നത്. അവർ ഭാഗ്യവാന്മാരാണ്. അല്ലാതെ വഴക്ക് പറഞ്ഞ് തീർക്കണം മാത്രമല്ല, അടിസ്ഥാനപരമായി ഞാനെന്ത് ഇങ്ങനെ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ സകല വിശുദ്ധന്മാരും തിരുനാളിൽ വെടിപ്പിനെ കർത്താവ് പറഞ്ഞ കാര്യങ്ങളാണ് ഇതൊക്കെ. എന്താണ്? എന്നെ പ്രതി. അതെല്ലാത്തിൻ്റെയും കൂടെ അത് ചേർക്കാൻ പറഞ്ഞു, എന്നെ പ്രതി. അല്ലാതെ ഈശോയെ മാറ്റി നിർത്തിക്കൊണ്ട് ഇപ്പൊ നമ്മള് വിദ്യാഭ്യാസം തുടങ്ങിയ പോലെ ആയില്ലേ. ലോകം മുഴുവനും ഉള്ളത് പകുതി മുക്കാലും വിദ്യാഭ്യാസമൊക്കെ നമ്മുടേതാണ്. പക്ഷെ ഇപ്പൊ എന്നെ ക്രിസ്തുവിനെ പ്രതി അല്ലത്. ആരാ ക്രിസ്തുവിനെ പ്രതിയാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇവിടെ നടക്കണ? അല്ല. എന്താ ഉറപ്പ്? പക്ഷെ ക്രിസ്തുവിനെ പ്രതി അല്ലെന്ന് നമുക്കത് നടത്തുന്നവർക്ക് തന്നെ അറിയാം. അതിന്റെ പേരിലൊരു അജപാലന ശുശ്രൂഷകൾ നടക്കുന്നുണ്ട്. ഉണ്ടെങ്കിൽ കൊള്ളാം. പക്ഷെ പലപ്പോഴും നമ്മൾ അത് മെയിൻറ്റെയിൻ ചെയ്യാനും നിലനിർത്താനും വളർത്താനും ഉള്ള സമ്മർദ്ദത്തിൽ ക്രിസ്തു പുറത്തായി പോകുന്നുണ്ട്. ഇല്ലെന്ന് ഇതൊക്കെ പറയാൻ പറ്റുമെന്നെങ്കിൽ അത് വലിയൊരു അനുഗ്രഹം തന്നെയാണ്. പക്ഷെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, സമാധാനം സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്നവരായാലും ആ സമാധാനം സ്ഥാപിക്കേണ്ടത് ക്രിസ്തുവിൻ്റെ നാമത്തിലും ക്രിസ്തുവിനെ പ്രതിയും ക്രിസ്തുവിൻ്റെ വചനങ്ങൾ സാക്ഷീകരിക്കുന്ന മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യുന്നതിൻ്റെ പേരിലാണ്. ചില സമയത്ത് നമ്മൾ പൂർണ്ണമായിട്ടൊരു വഴക്ക് ഒഴിവാക്കാൻ വേണ്ടി ചിലപ്പോൾ തോറ്റു കൊടുക്കും. ചില പണം നഷ്ടത്തിലാക്കി ചിലപ്പോൾ നമ്മൾ ആ വിഷയം സെറ്റ് ചെയ്യേണ്ടത്. എന്താണ്? അതൊരു സമാധാനം സ്ഥാപിക്കണം. ആരെ പ്രതി? ക്രിസ്തുവിനെ പ്രതി. രാജ്യമായി ആരോപിക്കുക മാത്രമല്ലേ, നമുക്ക് ധനനഷ്ടം ഉണ്ടാവും, ശരീരക്ലേശം ഉണ്ടാവും. പക്ഷെ എല്ലാം എന്തിനു വേണ്ടിയായിരിക്കണം? ക്രിസ്തുവിനെ പ്രതിയായിരിക്കണം. മക്കളെ, അച്ഛന് സുശേഷഭാഗ്യം ഉണ്ടെന്ന് അവസാനിപ്പിക്കുകയാണ്. നിങ്ങളെ ഓർത്തേക്കണം, എല്ലാ കാര്യങ്ങളും ക്രിസ്തുവിനെ പ്രതിയാക്കാൻ വേണ്ടി അമ്മ ആണ് ആദ്യം ഇത് ചെയ്തത്. 16-ാം വയസ്സിൽ ഗർഭം ധരിച്ചത്. കിറിനസ് സിസ്റ്ററിൻ്റെ കാലത്ത് പേരെഴുതിക്കാൻ വേണ്ടി ഗർഭകാരം താങ്ങി 3 ദിവസം യാത്ര ചെയ്തത്. ആ ചോരക്കുഞ്ഞിനെ താങ്ങി ഈജിപ്തിലേക്ക് പോയതും എല്ലാം ക്രിസ്തുവിനെ പ്രതിയാണ്. ആ കാലങ്ങളിലൊക്കെ അമ്മയുടെ മനസ്സിൽ സമാധാനം ഉണ്ടായിരുന്നു. ഈജിപ്തിലെ തീപാറുന്ന വെയിലത്ത് 4 കാലം വീണ് ജീവൻ രക്ഷിക്കാൻ വേണ്ടി കുഞ്ഞും തള്ളയും കൂടി പിതാവിടെ പോകുമ്പോഴും ആ സംഘർഷ സമയത്തും അവരുടെ ഉള്ളിലുള്ള സമാധാനം എന്തായിരുന്നു? ക്രിസ്തുവിനെ പ്രതി ആയതുകൊണ്ടാണ്. ഓക്കെ അല്ലേ?